ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടിയുടെ പാർട്ട് 8 ആണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ കാർബറേറ്റർ സെറ്റ് ചെയ്യുന്നുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 ടൈപ്പ് നമ്മൾ കാർബറേറ്റർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതാണ്ട് ഇവിടെയാണ് നമ്മുടെ സ്പോയിലർ വരുന്നത് കേട്ടോ. റേസിംഗ് കാറിൻ്റെ മോഡൽ സ്പോയിലർ നമ്മൾ ചെയ്യുന്നത്. ഏതെങ്കിലും നല്ലൊരു വണ്ടിയുടെ സ്പോയിലർ മോഡൽ നമ്മൾ ചെയ്ത് നല്ല മഴ പെയ്യുമ്പോൾ പിന്നെ ഇത് മൂടി ഇടേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഞാൻ സസ്പെൻഷൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് സ്പാനറാണ് നമ്മൾ സസ്പെൻഷൻ്റെ ഹൈറ്റ് ഇൻക്രീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പാനർ വെച്ച് നമ്മൾ സസ്പെൻഷൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ സ്പോയിലർ ഉണ്ടാക്കേണ്ട വർക്കുകൾ നമ്മൾ നോക്കാൻ പോവാണ്. ഗൈസ്, നമ്മളെന്തിനാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തത്? നമുക്ക് ഇനിയുള്ള ഫുഡ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് നമ്മുടെ ടാർസൽ, നമ്മുടെ ആ ഒരു വണ്ടി ഉണ്ടല്ലോ, നമ്മളുണ്ടാക്കുന്ന ഓഫ് റോഡ് ബൈക്ക്, ആ ബൈക്കിനായിരിക്കും നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ബോൾട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഫുഡ് റെസ്റ്റും പോട്ടെ, അതെ ഫുഡ് റെസ്റ്റ് വേണം. ഫുഡ് റെസ്റ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഗിയർ ഇപ്പം എത്ര അല്ല കിടക്കുന്നത്? ഓക്കെ, വണ്ടി ന്യൂട്രലാണ്. ഫസ്റ്റിലാണോ? ഓക്കെ, വണ്ടി ന്യൂട്രലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി, ഇതിന് ചെയിൻ കണക്ട് ചെയ്യണം. പിന്നെ ഒരു ഓട്ടോമാറ്റിക് ചെയിൻ ടൈറ്റർ നമുക്ക് ചെയ്യണം. അതിപ്പോൾ അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ വർക്ക് കേട്ടോ മച്ചാമാരെ. അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയിൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ 2 ബൈക്കിൻ്റെ ചെയിനാണ് കേട്ടോ നമ്മുടെ സ്പോക്കറ്റുമായിട്ട് ജോയിൻ ചെയ്തേക്കുന്നത്. എൻ്റെ കൈയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ഈ കൈയും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പാടെടുത്തിട്ടാണ് ഇത് ചെയ്തത്. കാരണം ഏകദേശം ഒരു 2.5 മണിക്കൂർ എടുത്തു ആ ചെയിൻ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യാം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, ബ്രേക്ക് ലൈന് നീളമുള്ളൊരു ബ്രേക്ക് ലൈൻ ഒപ്പിക്കണം. അപ്പോൾ ആ ഒരു ബ്രേക്ക് ലൈൻ ആവശ്യമുണ്ട്. 2 ലൈനുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫ്രണ്ടിലെ ബ്രേക്ക് ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അതുകൂടും ചെക്ക് ചെയ്തിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇപ്പോൾ നമുക്ക് 2 കാർബറേറ്റർ കിട്ടിയിട്ടുണ്ട്. ഡിസ്കവർ 150യുടെ ഉണ്ട്, ഡിസ്കവർ 180യുടെ ഉണ്ട്. സോറി, ഡിസ്കവർ പോട്ടെ, പൾസർ 180യും പൾസർ 150. അപ്പം നമ്മളിത് 2 നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോകണം. കാരണം ഇതിലുള്ള കരടും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മോഡൽ അറിയാം. ഇതിപ്പോൾ പുതിയ മോഡൽ ബട്ടർഫ്ലൈ വാൽവുള്ള ചോക്കുള്ള സാധനമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബട്ടർഫ്ലൈ വാൽവ്. അങ്ങനെയുള്ളതാണ്. നമ്മുടെ ഉണ്ടായിരുന്ന സിലിണ്ടർ, അതായത് പിസ്റ്റൺ വരുന്ന മോഡലാണ്. പിന്നെ ഇതിലൊരു പിസ്റ്റണൊക്കെ ഉണ്ട്. ഈ പിസ്റ്റൺ അങ്ങനെ അനങ്ങുന്നതല്ല, ജസ്റ്റ് എയർ ഫ്ലോയ്ക്ക് വേണ്ടിയുള്ള. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കാർബറേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർബറേറ്റർ ഇനിയിപ്പം അതിന് 1-2 ചെറിയ എർത്തിൻ്റെ ഇവിടെ ഒരു എർത്ത് ക്ലാമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വയറിംഗ് ഒക്കെ കൊടുക്കണം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബോഡി വയറിംഗ് ആണ്. തൽക്കാലത്തേക്ക് നമ്മൾ വയറിംഗ് ഒക്കെ ഒന്ന് വെച്ച്, ബേസിക് വയറിംഗ് അത് മാത്രം ഒന്ന് വെച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കും. സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആണെങ്കിൽ, അത് ഇതിൻ്റെ റബ്ബിങ്ങും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ സ്പോക്കറ്റ് ഏരിയയിലേക്കുള്ള ചെയിൻ ടൈറ്റനിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വേഗം പരിപാടികൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പൾസർ 150യുടെ കാർബറേറ്ററാണ് ആദ്യം വെച്ചത്. അപ്പോൾ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളതിന് ഫിൽറ്ററൊന്നും വെച്ചില്ലായിരുന്നു.
അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊക്കെ പൊത്തിപ്പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നല്ലൊരു ഫിൽറ്റർ വെക്കാതെ ഒരിക്കലും വണ്ടി കണ്ടിന്യൂസ് സ്റ്റാർട്ടിങ്ങിൽ നിൽക്കില്ല. അതിന് ഓവർഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്, ഡസ്റ്റ് ഇല്ലാത്ത രീതിയിൽ എയർ ചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമ്മളിങ്ങനെ ചവിട്ടി എയറെല്ലാം കറക്റ്റ് ആയതിനു ശേഷമാണ് വണ്ടി സ്റ്റാർട്ടായത്. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി കേട്ടോ. അതായത് രാത്രി ഏകദേശം സമയം എത്രയായി? ഓക്കെ, സമയം ഇപ്പോൾ ഏതാണ്ട് 8 മണിയോടെ എടുത്തു. ഇപ്പം വണ്ടി സ്റ്റാർട്ടായിട്ട് ചെറിയൊരു പെട്രോൾ ടാങ്ക് പോലത്തെ കുഞ്ഞ് സെറ്റപ്പ് ചെയ്തു. സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, പ്ലാസ്റ്റിക് ഫിഷിന്റെ കുപ്പി മുറിച്ചിട്ട് സാധാരണ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് നമ്മളൊരു പൈപ്പ് ലൈൻ കൊടുത്തു. ആ ലൈൻ കൊടുത്തിട്ട് ആ ലൈനിൽ നമ്മൾ പൾസർ 180 150 അങ്ങോട്ട് കാർബറേറ്ററാണ്. ആ കാർബറേറ്റർ കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല. എയറിന്റെ കുറച്ച് വിഷയമുള്ളത് കൊണ്ട് ഓട്ടോ ആക്സലറേഷൻ ആയിരുന്നു, പക്ഷെ അത് നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫുൾ ലൈൻ നമ്മൾ അതിന്റെ എന്താ പറയുക എയറും ഫ്യൂലും മിക്സ് ചെയ്യുന്ന ആ ഒരു ലൈൻ നമ്മൾ ഫുള്ള് മാറ്റിയിട്ട് വണ്ടി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ വയറിംഗ് വേണം ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. കേട്ടോ, ഇപ്പം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് റഫ് വയറിങ്. ഏകദേശം ഈ ഒരു വണ്ടിക്ക് ഏകദേശം 4 ഇഗ്നിഷൻ കോയിൽ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഒന്നുമല്ല, സ്പാർക്ക് വീക്കായിട്ടാണ്, അത് വയറിങ്ങിന്റെ പ്രോബ്ലമാണ്. സ്പാർക്ക് വീക്കായിട്ട് 4 ഇഗ്നിഷൻ കോയിലിൽ നിന്നാണ് നമ്മൾ വണ്ടി വർക്ക് ചെയ്യിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ടായിരിക്കും ഒരു വണ്ടിക്ക് 4 ഇഗ്നിഷൻ കോയിൽ വരുന്നത്. ഓക്കെ, പിന്നെ ക്ലച്ച് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. കാർബറേറ്റർ അത്യാവശ്യം ഒന്ന് റണ്ണായിട്ടിരിക്കുകയാണ്. സംഭവം കുഴപ്പമില്ല, നന്നായിട്ട് ഇപ്പോൾ ലൂബ്രിക്കേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി വേണമെന്ന് അടിച്ചു നോക്കാമല്ലോ ഒന്നുകൂടെ. സംഭവം ഒന്നും ഫയർ ആവുന്നുണ്ടോ നമുക്കൊന്ന് അറിയാലോ. സാധനം റണ്ണായിട്ടുണ്ട്. കണ്ടല്ലോ, സാധനം റണ്ണിങ് ആണ്. പെട്രോൾ ടാങ്ക് കൊടുത്തിട്ടില്ല, കാർബറേറ്ററിലുള്ള പെട്രോൾ വെച്ചാട്ടോ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എയർ പിടിച്ചുകൊണ്ട് സാധനം ഓഫായതാ കേട്ടോ. ഒരു കാര്യം ചെയ്യാം, വണ്ടി നമുക്ക് ഓടിക്കാൻ പാകത്തിനായിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഇനി നമുക്ക് നമ്മുടെ ബ്രേക്കിംഗ് കൂടെ ശരിയാക്കണ്ട. അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് വണ്ടി റൺ ചെയ്യിക്കാൻ പാകത്തിനാവും. നമ്മുടെ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്, നിങ്ങൾ കണ്ടല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാ നോക്കുന്നേ? ഓക്കെ, SBK ആണ് കേട്ടോ. SBK ടോക്സിൻ്റെ ഓണറെ, SBK യൂട്യൂബ് ചാനലിൻ്റെ ഓണറാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇനി വരുന്ന പണി എന്നാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ വേറൊരു കാർബറേറ്റർ കൂടിയുണ്ട്. അത് ഡിസ്കവർ 150 180 ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ കാർബറേറ്റർ കൂടെ ചെക്ക് ചെയ്തിട്ട് പെർഫോമൻസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം. ഇപ്പോൾ ഇതിന് ഭയങ്കര പവറാണ്, സൈലൻസറൊക്കെ ഭയങ്കരമായിട്ട് പഴുക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ആ കാർബറേറ്റർ കൂടെ വെച്ചിട്ട് പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കണം ഏത് കാർബറേറ്റർ സെറ്റ് ചെയ്യണം. അതിനുശേഷം ബോഡി വർക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് ഡിസ്കവർ 180യുടെ കാർബറേറ്ററാണ്. അപ്പോൾ ഭയങ്കര പവറാണ് വണ്ടി എടുക്കുന്നത് കേട്ടോ. കാർബറേറ്റർ നല്ല എണ്ണ കൂടിയായിരുന്നു. 180യുടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച മൈലേജ് 180യുടെ മൈലേജ് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ട് വണ്ടി നന്നായിട്ട് പവറൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പവർ കൂടിയതുകൊണ്ട് തന്നെ സൈലൻസറൊക്കെ കുറച്ച് ചൂടായി. അപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഓഫ് ചെയ്യാണ്, അതിൻ്റെ കീൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യാണ്. നമ്മൾ പിന്നെയും 150യുടെ കാർബറേറ്റർ വെച്ച് എയർ ഫ്ലോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു, കൈകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തപ്പോഴാണ് വണ്ടി പിന്നെ വൃത്തിക്ക് റണ്ണിങ്ങിലൊക്കെ നിൽക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് ശ്രമത്തിനൊരുവിലാണ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്തെടുത്ത്. വണ്ടിയുടെ സ്ലോ റണ്ണിങ്ങും ടൈമിംഗ് ഒക്കെ കുറഞ്ഞു പോയായിരുന്നു. ടൈമിംഗ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ടൈമിംഗ് പോട്ടെ, അതിൻ്റെ ട്യൂണിങ് ചെയ്യുന്ന സ്ക്രൂസ് ഇല്ലേ, അതൊക്കെ ഒന്ന് പോയായിരുന്നു. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ പ്രൊജക്ട്സിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റുകൾ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പൈസയുടെ കുറച്ച് കമ്മിയുള്ളതുകൊണ്ടാണ് വീഡിയോസ് വരാൻ വൈകുന്നത്. ഓക്കെ,
സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചില സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. തുടർന്നും ഒരുപാട് വണ്ടികളുടെ വീഡിയോസും ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ ആയിട്ട് വില്ലേജ് ജീനിയസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് നല്ല കണ്ടന്റുമായിട്ട് വീട് കാണാൻ പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.